Let's dive into the fascinating world of physics with Dr. Sina G. Good morning, all. Welcome to lectures by Dr. S.G. In today's class, we are going to discuss about the components of a vector or how we can resolve a vector into its components. Namukariam, vector is a physical quantity which has both magnitude and direction. സോ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു ക്വാണ്ടിറ്റീനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കോർഡിനേറ്റ് സിസ്റ്റം വേണം. ഈ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ മെയിൻലി there are three types of coordinate system: Cartesian coordinate system, spherical polar coordinate system and cylindrical coordinate system. നമ്മൾ ഇവിടെ എല്ലാം the basic Cartesian coordinate system ആണ് യൂസ് ചെയ്യുന്നത്. Cartesian coordinate system എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് Cartesian coordinate system. അപ്പൊ ഇവിടെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 2-dimensional കേസ് ആണ് ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പം ഈ ബോർഡിന്റെ സർഫസിൽ ഒരു വെക്ടർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോർഡിനേറ്റ്സ് വരയ്ക്കും. ദിസ് ഇസ് എ എക്സ് കോർഡിനേറ്റ് ആൻഡ് ദിസ് ഇസ് എ വൈ കോർഡിനേറ്റ്. ലെറ്റ് പി ബി എ പോയിന്റ് അറ്റ് ദിസ് സർഫസ് ആൻഡ് O be the origin, and I'm going to draw a vector from O to P. This is a vector which is represented by this letter A. അപ്പം A എന്ന് പറഞ്ഞ വെക്ടർ ഞാൻ ഇവിടെ വരച്ചു വെച്ചു. ഇനി A വെക്ടറിന്റെ കമ്പോണൻസ് ആണ് ഞാൻ കാണാൻ പോകുന്നത്. നമ്മൾ പഴയ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രാഫ് ഒക്കെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പോയിന്റ് P25 എന്ന് എടുക്കാം. അതായത് എക്സ് ആക്സിസിൽ 2 യൂണിറ്റ് മാറിയിട്ടാണ്, അതുപോലെ വൈ ആക്സിസിൽ അത് എത്ര യൂണിറ്റ് മാറിയിട്ടാണ്? 5 യൂണിറ്റ് മാറിയിട്ടാണ് ഈ ഒരു പോയിന്റ് നിൽക്കുന്നത്. നമ്മൾ പണ്ട് കുഞ്ഞിലെ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്ന വെക്ടർ നമുക്കതിന്റെ എക്സ് കോർഡിനേറ്റ് കാണാൻ വേണ്ടി നമുക്കതിനെ ഇതേപോലെ ഒരു ഡോട്ടഡ് ലൈൻ, വി ക്യാൻ ഡ്രോ എ ഡോട്ടഡ് ലൈൻ ടു ദിസ് എക്സ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ്. ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. അതേപോലെ ഇവിടെ വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്? എ എക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ എ എക്സ് എന്ന് പറയുന്നത്. അതായത് കമ്പോണന്റ് ഓഫ് എ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് എ വൈ, ദാറ്റ് ഈസ് കമ്പോണന്റ് ഓഫ് എ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വൈ. മനസ്സിലായോ? അപ്പൊ ഇത് എ എക്സും ഇത് എ വൈയും ആയി. ഇനി അപ്പൊ എനിക്ക് എ എന്ന് പറയുന്ന വെക്ടർ which is the sum of the component of a vector in the direction of x plus component of a vector in the direction of y എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഞാൻ എ എക്സ് വെക്ടർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോ എനിക്കൊരു വെക്ടർ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ അതിനെ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡയറക്ഷനും സെപ്പറേറ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് എക്സ് ആക്സിസിലുള്ള ഒരു വെക്ടറിനെ അതിന്റെ ഡയറക്ഷൻ കാണിക്കണമെങ്കിൽ നമുക്ക് യൂണിറ്റ് വെക്ടർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. യൂണിറ്റ് വെക്ടർ ഈസ് ദ വെക്ടർ വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 1. അപ്പൊ അങ്ങനെയുള്ള ഒരു വെക്ടർ നമുക്ക് ഇവിടെ കൊടുക്കുക. അതായത് എക്സ് ഡയറക്ഷനുള്ള വെക്ടർ എപ്പോഴും നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ക്യാപ്പ് എന്നായിരിക്കും. അതേപോലെ വൈ ഡയറക്ഷൻ ആണെങ്കിൽ ജെ ക്യാപ്പ് എന്നായിരിക്കും. ഇനി ഇസഡ് ഡയറക്ഷൻ ആണെങ്കിൽ ആ യൂണിറ്റ് വെക്ടറിനെ നമുക്ക് കെ ക്യാപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഐ ക്യാപ്പ്, അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഡയറക്ഷൻ ഇസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഇത് ജെ ക്യാപ്പ്, വൈ ഇസഡ്, ഇതിന് കെ ക്യാപ്പ്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വെക്ടർ കണ്ടിട്ട് അതിന്റെ മുകളിൽ ഇതേപോലെ ഒരു ക്യാപ്പ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം അതൊരു യൂണിറ്റ് വെക്ടർ ആണെന്നുള്ളത്. Okay, and I is the unit vector in the x direction, j is the unit vector in the y direction, and k is the unit vector in the z direction. അപ്പൊ ഇവിടെ ഞാൻ ഈ എക്സ് വെക്ടറിനെ വേണമെങ്കിൽ എനിക്ക് എ എക്സ് ഐ ക്യാപ്പ് എന്ന് വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വേർ എ എക്സ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻ ദ എക്സ് ഡയറക്ഷൻ. കണ്ടോ? അതേപോലെ എ വൈനെ വേണമെങ്കിൽ എനിക്ക് എ വൈ ക്യാപ്പ്, എ വൈ ജെ ക്യാപ്പ് എന്ന് കൊടുക്കാൻ പറ്റും. അതായത് ഹിയർ യു ക്യാൻ റൈറ്റ് ദിസ് as വെക്ടർ എ is equal to എ എക്സ് ഐ പ്ലസ് എ
വൈ ജെ. കണ്ട, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ യൂണിറ്റ് വെക്ടർ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഈ എക്സിന്റെ മുകളിൽ ഇങ്ങനെ ബാർ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഈസ് എക്സ് റെപ്രസെന്റ്സ് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻ ദ എക്സ് ഡയറക്ഷൻ. മനസ്സിലായോ? അപ്പൊ ഇവിടെയും ഞാൻ എടുത്ത പോയിന്റ് ഇങ്ങനെ സർഫസ് നിൽക്കുന്ന ആയതുകൊണ്ടാണ് എക്സും വൈ വന്നത്. ഈ ഒരു 3 ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ എന്ത് വരും? എ ഇസഡ് കെ ക്യാപ്പ് എന്നൂടെ ഇതിന്റെ കൂടെ കയറി വരും. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. ഇൻ 3 ഡയമെൻഷണൽ കേസ് വി ക്യാൻ ആഡ് എ ഇസഡ് കെ ടു ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വെക്ടർ. ആ വെക്ടറിന്റെ കമ്പോണൻസ് എ എക്സും എ വൈയും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്ന അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് അത് മേക്ക് ചെയ്യുന്ന ആംഗിള് തീറ്റ ആണെങ്കിൽ ഈ ഒരു ട്രയാംഗിളില് നമുക്ക് ഈ അഡ്ജസന്റ് സൈഡിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ കോസ് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്തൂടെ ഈ അഡ്ജസന്റ് സൈഡ്? അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ സൈൻ തീറ്റ നമുക്ക് എഴുതാൻ പറ്റും. കണ്ട, അഡ്ജസൻസ് എ കോസ് തീറ്റ എന്നും ഓപ്പോസിറ്റ് സൈഡിനെ എ സൈൻ തീറ്റ എന്നും എനിക്ക് എഴുതാൻ പറ്റും. അതായത് ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ സൈൻ തീറ്റ ആൻഡ് ദാറ്റ് ഓഫ് എ വൈ ഈസ് എ സൈൻ തീറ്റ അല്ല കേട്ടോ, എ എക്സ് വരുമ്പം എ കോസ് തീറ്റ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വൈ ഈസ് എ സൈൻ തീറ്റ. കണ്ടോ, ഇനി നമുക്ക് ഇക്വേഷൻ 1, ഇത് 2, ഇത് 3. കണ്ടോ, ഇങ്ങനെ കൊടുക്കാം. ഏത് ടേംസിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. ഈ രണ്ട് ഇക്വേഷനെയും നമുക്കൊന്നും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു സ്ക്വയർ ദിസ് ഇക്വേഷൻ നമ്പർ 1. വി ഗെറ്റ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ. And then second equation square ചെയ്താൽ a square sin square theta is equal to a y square. ഇത്രയും കിട്ടി. എന്നിട്ട് ഇതിനെ നമുക്ക് രണ്ടുപേരെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്താ കിട്ടുന്ന നോക്കാം. What we get is a square ഞാൻ കോമൺ ആയിട്ട് എടുത്തു. sin square theta plus cos square theta is equal to ax square plus ay square. കണ്ടോ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 അല്ലേ? സോ വാട്ട് വി ഗെറ്റ് ഇസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ, ഓർ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. ഈ എ എന്ന് പറയുന്നത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. കണ്ടോ? Okay, so this is the component form of vector A in 2-dimensional case, AXI plus AYJ, and this is the equation for finding the magnitude of vector A. ഈ vector A യുടെ magnitude കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ കോഎഫിഷ്യൻസ് കണ്ടോ, AX അല്ലേ, ഇത് AY, ഇതിന്റെ കോഎഫിഷ്യന്റ് കണ്ടോ. അപ്പൊ ഇത് കോഎഫിഷ്യന്റ് സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇതിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നുമെങ്കിലും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സിമ്പിൾ ആട്ടോ, വെറും സിമ്പിൾ സാധനമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണ്ട് ഇത് വെച്ചിട്ട് ഞാൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കിത് രസമായിട്ട് തരും. സോ യു ഹാവ് ടു റിമെമ്പർ ദിസ്. എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് a is at k in 3-dimensional case, and for magnitude of a is root of ax square plus ay square plus a z square. Okay, ഇനി ഒരു കുട്ടി ഇക്വേഷൻ ഉണ്ട് ഈ കേസിൽ. നമുക്ക് ഇവിടെ ഒരു ടാൻ തീറ്റ എടുത്ത് നോക്കാം. ഈ ഒരു കേസിൽ സോ ടാൻ തീറ്റ നമുക്കറിയാം എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? സോ ഇവിടുത്തെ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എ വൈ എന്ന് എഴുതാം. എ വൈ എന്ന് എഴുതാം. അഡ്ജസന്റ് സൈഡ് ഏതാണ്? എ എക്സ് ആണ്. സോ ടാൻ തീറ്റ, തീറ്റ ഈസ് ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എ എക്സ്. കണ്ടോ, ഇങ്ങനെ നമുക്ക് തീറ്റയും കാണാൻ പറ്റും. ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എ എക്സ് കണ്ടാൽ മതി. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ, ആൻഡ് എ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ,
ay is equal to a sin theta. Magnitude of a is root of ax square plus ay square, and theta is equal to tan inverse ay by ax. Okay അല്ലേ? ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് എക്സ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ഐ ആണ്, വൈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ജെ ആണ്, എസ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കെ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ നമുക്കൊരു റിസൾട്ടിന്റെ വെക്ടർ ഒക്കെ കിട്ടി എ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് ഇവിടെ കിട്ടിയെങ്കിൽ ഈ എ എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇതൊരു വെക്ടർ ആണല്ലോ. ഈ വെക്ടർ എക്സ് ഐ വൈ ജെ എസ് കെ എന്നൊക്കെ കമ്പോണന്റ് ഫോമിൽ ഐയും ജെയും കെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റിസൾട്ടന്റ് ആയിട്ടുള്ള വെക്ടർ ഏത് ഡയറക്ഷനിലാണ്, അതായത് ലെറ്റ്സ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദി യൂണിറ്റ് വെക്ടർ ഓഫ് എ. നമുക്കറിയാം ഏത് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കാണണമെങ്കിലും അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനിപ്പോ എ ക്യാപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇത് വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ ആണെന്നുള്ളത്. സോ എ ക്യാപ്പ് കാണാനുള്ള ഇക്വേഷൻ വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് എ ആണ്. വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് എ. ഇത് നിങ്ങൾ മറക്കരുത് കേട്ടോ, നിങ്ങൾ ഓർത്തിരിക്കണം ഈ ഒരു ഇക്വേഷൻ. അതായത് നമുക്കിവിടെ വെക്ടർ എ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഡുലസ് എ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് വെക്ടർ പെടേന്ന് കിട്ടും. സോ ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് സ്ക്വയർ അല്ലേ? എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ അല്ലെ, ഇതാണ് ഇതിന്റെ മോഡുലസ്. സോ യൂണിറ്റ് വെക്ടർ ഓഫ് എ ഈസ് എന്താണ്? വെക്ടർ എഴുതുക, എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ. ഓക്കെ, ലെറ്റ് എ ഇസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് 4k. കണ്ടോ, ഇതാണ് വെക്ടർ. നേരത്തെ ഞാൻ എ കെ എ വൈ എ ഇസഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് 2i 3j 4k. അതായത് ഞാൻ എടുക്കുന്ന ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ്, ഈ വെക്ടർ എന്ന് പറയുന്നത് ഡയറക്ഷൻ 2 അങ്ങോട്ട് മാറും, 3 മുകളിലേക്ക് മാറും, 4 ഇങ്ങോട്ട് മാറും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതിക്കാണ് ആ വെക്ടർ നിൽക്കുന്നത്. 3 ഡയമെൻഷണൽ കേസിൽ വരുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ ഇതിന്റെ എന്താ കണ്ടത്? യൂണിറ്റ് വെക്ടർ കേട്ടോ. യൂണിറ്റ് വെക്ടർ നമ്മൾ കാണാൻ പോവാണ്. സോ എന്റെ കൂടെ നിങ്ങളോട് ചെയ്തു ഒരു പേപ്പർ എടുത്തിട്ട്. ഇപ്പം നമുക്കിവിടെ കമ്പോണൻസ് ഒക്കെ അറിയാം, നമുക്ക് കാണേണ്ടത് യൂണിറ്റ് വെക്ടർ അല്ലേ. സോ യൂണിറ്റ് വെക്ടറിന്റെ ഇക്വേഷൻ അവിടെ എവിടെ ഇക്വേഷൻ ആദ്യം എഴുതണം കേട്ടോ. വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് എ. സോ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ മോഡുലസ് ഓഫ് എ. മോഡുലസിന്റെ എങ്ങനെയാ കാണുന്നത്? എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഞാൻ റൂട്ട് എടുത്തിട്ട് 2 സ്ക്വയർ 4 പ്ലസ് 9 പ്ലസ് 16 കണ്ട. അപ്പൊ മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് എത്ര കിട്ടി? 29 കിട്ടി. റൂട്ട് ഓഫ് 29 കണ്ടു. അപ്പൊ നമ്മുടെ യൂണിറ്റ് വെക്ടർ എങ്ങനെ വരും? എ ക്യാപ്പ് എന്ന് പറയുന്നത് എങ്ങനെ വരും? 2i പ്ലസ് 3j പ്ലസ് 4k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 29. കണ്ട, ഇങ്ങനെയാണ് യൂണിറ്റ് വെക്ടർ കാണുന്നത്. ഇതുണ്ടല്ലോ, നമ്മൾ ഈ വെക്ടർ എല്ലാം +1 പഠിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലേ, MSc വരെ പോകുമ്പോൾ PhD എവിടെ പോയാലും ഈ സാധനം വേണം. ഡയറക്ഷൻ ഇല്ലാതെ ഒന്നും പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊരു ഡയറക്ഷൻ വേണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒഴുക്കിനനുസരിച്ച് അലഞ്ഞിരിഞ്ഞ് നടക്കത്തേ ഉള്ളൂ. സോ നമുക്കൊരു ഡയറക്ഷൻ വേണം, നമ്മൾ എപ്പോഴും അംബീഷ്യസ് ആയിരിക്കണം. അപ്പൊ അതേപോലെ ഇവിടെ ഡയറക്ഷൻ, വെക്ടർ ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ക്ലാസ്സും വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. ശ്രദ്ധിച്ചിരുന്ന് കാണാം. പ്രോബ്ലം സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. ഇപ്പൊ ഞാൻ 2 വെക്ടർ ഇവിടെ തന്നിട്ടുണ്ടെന്ന് വെച്ചു. വെക്ടർ എ ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് കെ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി ഇസഡ് കെ. 2 വെക്ടർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്ടർ ഗ്രാഫിക്കൽ അഡീഷൻ ഓഫ് വെക്ടേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു, അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ. ഇപ്പൊ ഇവിടെ 2 വെക്ടേഴ്സ് തന്നിരിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എ പ്ലസ് ബി കാണുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇവിടെ എ എക്സിന്റെ ഐ കോഎഫിഷ്യന്റുകൾ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റും. അതായത് എ എക്സ് പ്ലസ് ബി എക്സ്
ഐയുടെ കോഎഫിഷ്യൻസിനെ ആഡ് ചെയ്യുക, പിന്നെ ജെയുടെ കോഎഫിഷ്യൻസിനെ ആഡ് ചെയ്യുക, AY പ്ലസ് BY യൂണിറ്റ് വെക്ടറോടെ ഉണ്ടാവും കേട്ടോ, ആഡ് ചെയ്യുമ്പം യൂണിറ്റ് വെക്ടറോടെ ഉണ്ടാവും, പ്ലസ് AZ പ്ലസ് BZ K. കണ്ടോ, ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ചുമ്മാതെ കയറി മറ്റേ 2+3 ആഡ് ചെയ്താൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എക്സ് ഡയറക്ഷനിൽ 2 നീങ്ങി, Y ഡയറക്ഷനിൽ 3 നീങ്ങി എന്ന് പറഞ്ഞിട്ട് 2 3 കൂടെ ആഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. എക്സ് ഡയറക്ഷനിൽ 2ഉം വേറൊരു വെക്ടറിന്റെ എക്സ് ഡയറക്ഷനിൽ തന്നെയുള്ള 3യോ ഏതെങ്കിലും നമ്പറോ അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ ആ വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. സിമ്പിൾ ആണ്. ഇതേപോലെ തന്നെ സബ്സ്ട്രാക്ഷനും വരും, പ്ലസിന് സൈനിന് മൈനസ് വരുമെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത ഒരു മനോഹരമായ പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ നടക്കുമ്പോഴേ, ക്യാൻ ദ വാക്ക് ഓഫ് എ മാൻ ബി ആൻ എക്സാമ്പിൾ ഓഫ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്? ഇഫ് യെസ്, ഹൗ? എനിക്ക് ഈ പ്രോബ്ലം കണ്ടപ്പോൾ രസം തോന്നി. നമ്മൾ നടക്കുന്നതിനകത്ത് വെക്ടർ ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. സംഭവം ഇത് ഞാൻ കാലാണ് കേട്ടോ വരച്ചിട്ടേക്കുന്നത്, ഒരാളുടെ കാലാണ്. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെയല്ലേ, നമ്മള് ഒരു കാല് ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ടച്ച് ആകുമ്പോൾ മറ്റേ കാല് ഹാഫ് പൊങ്ങിയിട്ടായിരിക്കും, ഇങ്ങനെയല്ലേ നമ്മൾ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ വാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വെക്ടർ ഉണ്ടോ, റെസൊല്യൂഷൻ ഓഫ് വെക്ടർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത്. കൊള്ളാം, നല്ല രസകരമായ ചോദ്യമാണ്. അപ്പൊ ഇതിനെ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ മുന്നോട്ടാണ് നീങ്ങുന്നത്. അപ്പൊ നമ്മൾ പക്ഷെ ആക്ച്വലി നമ്മൾ ഫോഴ്സ് ഫ്ലോറിലേക്കാണ് കൊടുക്കുന്നത് അല്ലെ, കാലിങ്ങനെ ഫ്ലോറിലേക്കാണ്. അപ്പൊ ഒരു സ്ലാൻഡിങ്ങിൽ എഫക്റ്റിലാണ് അവിടെ ഫോഴ്സ് വരുന്നത്, ചരിഞ്ഞാ വരുന്നത്. അപ്പൊ നമുക്ക് ആ ഫോഴ്സിന്, അതായത് നമ്മളിങ്ങനെ താഴോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്, അപ്പൊ ഇങ്ങോട്ട് താഴോട്ടൊരു ഫോഴ്സ് ഉള്ള പോലെ തന്നെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. കണ്ട, അപ്പൊ ഇതാണ് അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്നത്, റിയാക്ഷൻ ഫോഴ്സ് ആണ്, FR എന്ന് ഞാൻ എഴുതുകയാണ്. അപ്പൊ കണ്ട, ഇതൊരു ആംഗിളിലായിരിക്കുന്നത്. ഈ ആംഗിൾ ഇരിക്കുന്ന സാധനത്തിനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2 കമ്പോണന്റ് ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, 2 കമ്പോണന്റ് ആയിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ അഡ്ജസന്റ് കമ്പോണന്റ് ആണ് FR കോസ് തീറ്റ, ഈ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആണ് FR സൈൻ തീറ്റ. കണ്ടോ, ഫോഴ്സിനെ ഞാൻ 2 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇവിടെ ഒരു പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഉണ്ട് ഫോഴ്സിന്റെ. അപ്പം ഈ ദിസ് ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ബൈ ദ വെയിറ്റ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ട്, അത് പെർപെൻഡിക്കുലറി എർത്തിന്റെ സർഫസിലേക്കാണ് വരിക. അപ്പം ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റുമായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ മുന്നോട്ടൊരു ഫോഴ്സ് ഉണ്ട്, എക്സ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രണ്ടിലേക്ക് മുന്നോട്ട് ഹോറിസോണ്ടൽ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ സംഭവം? അപ്പൊ നമ്മൾ നടക്കുമ്പോഴൊക്കെ വെക്ടർ ഉണ്ട്, അതായത് കണ്ട, ഫോഴ്സ് വരുന്നു, റിയാക്ഷൻ ഫോഴ്സ് വരുന്നു, ആ റിയാക്ഷൻ ഫോഴ്സ് ഒരു ആംഗിളിലാണ് വരിക. സോ വി ക്യാൻ സ്പ്ലിറ്റ് ദാറ്റ് ഫോഴ്സ് ഇൻ ടു 2 വെക്ടേഴ്സ്, FR cos theta and FR sin theta. The sin theta component is perpendicular, is equal and opposite to the weight of our body, and the horizontal component help us to move forward. കണ്ട, നമ്മൾ പഠിക്കുന്ന ഓരോ ഇക്വേഷനെയും നമ്മുടെ ആക്ഷൻസിലും റിയാക്ഷൻസിലും നമ്മുടെ ചുറ്റുമുള്ള നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഫിസിക്സിന് ഒരു ബ്യൂട്ടി വരുന്നത്. ഇതൊരിക്കലും ഒരു ബോർഡിങ് സബ്ജക്റ്റ് ആയിട്ട് മാറത്തില്ല ഈ രീതിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇവിടെ ഒരു കാലൊക്കെ വരച്ചു വെച്ചത്. നെക്സ്റ്റ് പ്രോബ്ലം, 2 forces F1 is equal to 3I plus 4J and F2 is equal to 3J plus 4K are acting simultaneously at a point. What is the magnitude of the resultant force? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ ആദ്യം നമുക്ക് എടുത്തെഴുതാം. F is equal to 3I plus 4J F1 and F2 is equal to 3J plus 4K. കണ്ട, ഇങ്ങനെ വളരെ 2 ഫോഴ്സ് തന്നിട്ടുണ്ട്, വിച്ച് ആർ സൈമൾട്ടേനിയസ്ലി ആക്ടിങ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിലേക്കാണ് ഇത് 2 ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഫോഴ്സ് ഒബേസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ 2 ഫോഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ 2ന്റെ സം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇതിന്റെ സം എടുത്താൽ മതിയാകും. ദാറ്റ് ഈസ് F is equal to റിസൾട്ടന്റ് ഫോഴ്സ് is equal to F1 plus F2 which is equal to 3I plus 4J plus 3J plus
4k. ഇങ്ങനെ എഴുതുന്നുണ്ട്, സിമ്പിൾ അല്ലേ എന്ന് വിചാരിച്ച് പടയെന്ന് ചെയ്യരുത്. തെറ്റാൻ സാധ്യതയുള്ള ഒരു സാധനം ഇവിടെ ഉണ്ട്. എന്താന്ന് ഞാൻ പറയട്ടെ. ഇവിടെ 3i ഉണ്ട്, ഇവിടെ 3j ആണ്. ഐ കമ്പോണന്റ് ഇല്ല. അപ്പൊ ചുമ്മാ കയറി 3+3 നമ്മൾ ആഡ് ചെയ്ത് വെക്കരുത്. ഇവിടുത്തെ ഐ കമ്പോണന്റ് 0 ആണ്. സോ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3+0. ഐ കമ്പോണന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3i എന്ന് കിട്ടും. പ്ലസ് j കമ്പോണൻസ് ആഡ് ചെയ്യാം. 4+3 7j പ്ലസ് k കമ്പോണന്റ്. ഇവിടെ k കമ്പോണന്റ് ഇല്ല. സോ 0+4 വരും. അത് 4k എന്ന് വരും. കണ്ടോ? ഇതാണ് കുട്ടികൾക്ക് തെറ്റുന്ന കാര്യം. അവർ ധൃതി പിടിച്ച് വേഗം കയറി ചെയ്യും, അയ്യും ചെയ്യും ഒന്നും നോക്കത്തില്ല. ഞാൻ ചെയ്യരുത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. സോ ദ മാഗ്നിറ്റ്യൂഡ് ഈസ്, വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി നമ്മൾ 3² പ്ലസ് 7² പ്ലസ് 4² കാണും. ദാറ്റ് ഈസ് √9 പ്ലസ് 49 പ്ലസ് 16. ദാറ്റ് ഈസ് √74 എന്ന് കിട്ടും. ഇത് നമുക്ക് ഇനി യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഇപ്പൊ ഇവിടെ നമ്മൾ F1 ദിസ് മച്ച് ഓഫ് ന്യൂട്ടൺ എന്നും ഇവിടെ ന്യൂട്ടൺ എന്നും യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ N എന്ന് കൊടുത്ത് ആൻസർ എഴുതി വെക്കണം. മാഗ്നിറ്റ്യൂഡാ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ ഈ പ്രോബ്ലം? തെറ്റുന്ന കാര്യം ഞാൻ എടുത്തു പറഞ്ഞു കേട്ടോ. ഞാൻ എല്ലാ പ്രോബ്ലം ചെയ്യിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പം എവിടെയാണ് കുട്ടികളെ തെറ്റി ചിന്തിക്കുന്നതോടെ ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. സോ വിത്ത് ദിസ് ലെക്ചർ വി ഡിസ്കസ്ഡ് അബൌട്ട് എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഓർക്കുന്നുണ്ടോ? What are the components of a vector, then addition of vectors, then unit vector, and then we have done two problems related to the topic. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.